Salama na kujala na kuza alagala bella sola e shilla palagana bonna. എന്താ പതുക്കഥ? നിങ്ങൾ പറ, എന്താ പതുക്കഥ? ഞാനിപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരുടെയും നടിമാരുടെയും കാര്യമായിട്ട് മാത്രം പറയുന്നതല്ല. സെലിബ്രിറ്റീസ്, അത് ആരോ ആയിക്കോട്ടെ, ഏത് മേഖലയിലുള്ള സെലിബ്രിറ്റീസോ ആയിക്കോട്ടെ, ഈ സെലിബ്രിറ്റീസിനെയൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്കവരെ തൊട്ട് നോക്കാം, തലോടി നോക്കാം, നുള്ളി നോക്കാം, പിച്ച് നോക്കാം, മാന്തി നോക്കാം, മുത്തം വയ്ക്കാം. ഇനി വെറുതെ മുത്തം വെച്ച പോരാ എന്നുണ്ടെങ്കിൽ ഓടിക്കേറി ചാടി അവരുടെ തോളത്തിരുന്നിട്ട് ഇങ്ങനൊരു മുത്തവും കൊടുക്കാം. നിഷ്കളങ്കതയല്ലേ? ചില ആളുകളുണ്ട് ഈ നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമകളായിരിക്കും. അപ്പോൾ ഈ നിഷ്കളങ്കത മൂക്കുമ്പോൾ, സ്നേഹം മൂക്കുമ്പോൾ, ആരാധന മൂക്കുമ്പോൾ, എക്സൈറ്റ്മെൻറ്റ് മൂക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രവണത ആക്ച്വലി ഉണ്ടാവും. പിന്നെ തോളത്ത് കൈയിടാം, തോളത്ത് കൈയിട്ടിട്ട് ഇങ്ങനെ കഴുത്തിലിങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം, സെൽഫി എന്ന് പറഞ്ഞിട്ട്. ഇനി അതും പോരാന്നുണ്ടെങ്കിൽ അണ്ണാക്കിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കുട്ടി കയറ്റണം. അപ്പോൾ ഇതിലൊന്നും അങ്ങോട്ട് നിൽക്കണില്ല. എക്സൈറ്റ്മെൻറ്റേ അങ്ങോട്ട് മൂർധന്യാവസ്ഥയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ സെലിബ്രിറ്റീസിൻ്റെ മറ്റേ തോളത്തും കൂടിയും കയറി ഇരുന്നിട്ട് ഇങ്ങനെ തുള്ളണം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആ കയറി ഇരിക്കണതിൻ്റെ സെൽഫിയും കൂടിയിട്ട് എടുക്കണം. ഇതൊക്കെ ചെയ്യാം, മനസ്സിലായ? അപ്പം ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ സെലിബ്രിറ്റീസ് ഇവരുടെ അടുത്തൊന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനിങ്ങനെ ചിരിച്ച് ശാന്ത സ്വരൂപിണിയായി അല്ലെങ്കിൽ സ്വരൂപണനായിട്ട് ഇങ്ങനെ ഇനിയും ചെയ്തോളൂ, നന്നായി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കണം. അപ്പം സന്തോഷമാവും. ഇത് ഞാൻ എല്ലാവരുടെ കേസായിട്ടൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഞാനിപ്പോൾ ഇത് തമാശ രൂപത്തിൽ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് ഇപ്പോഴും ഈ സെലിബ്രിറ്റീസിനെയൊക്കെ മനുഷ്യന്മാരായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. രണ്ട് കൊമ്പൊക്കെ ഉള്ള എന്തോ വലിയ ഇതൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? അവരും മനുഷ്യന്മാർ തന്നെയാണ്. അവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് അവർക്ക് വേണം. ഇത് നാലാൾക്ക് അറിയാം എന്ന് കരുതിയിട്ട് ഇവരെ സത്രമായിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അങ്ങനെ എന്തോരം ഉദാഹരണങ്ങൾ ആക്ച്വലി ഉണ്ട്. മറ്റേ ഗെറ്റ് സെറ്റ് ബേബിയുടെ സമയത്താണെന്ന് തോന്നുന്നു, ഉണ്ണിമൂന്ന് നടന്നു വരുന്ന സമയത്ത് ഏതോ ഒരു കിഴങ്ങൻ ക്യാമറ എടുത്തിട്ട് തൊള്ളയിൽ കയറ്റാൻ വേണ്ടി പോകുന്നു. അവസാനം മൂപ്പർക്ക് ദേഷ്യം വന്നിട്ട് ആ ക്യാമറ മൊബൈലൊക്കെ എടുത്തിട്ട് പോക്കറ്റിലേക്ക് ഇടുന്ന അവസ്ഥയൊക്കെ ആക്ച്വലി ഉണ്ടായി. അപ്പം എന്നിട്ട് അയാൾക്ക് അഹങ്കാരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ണിമൂന്നിൻ്റെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇതിനു മുമ്പ് മറ്റേ ടോവിനോ തോമസ് അങ്ങേരെ എന്തോ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയ സമയത്ത് അങ്ങേരെ ആരോ വിച്ച് മാന്ത് നുള്ളി എന്തോ ചെയ്തു. അപ്പോൾ അയാൾ ആരുടെ അതിനെ നുള്ളിയതെന്നോ പറഞ്ഞിട്ടൊന്നോ നിലവിളിച്ച്. അന്ന് എല്ലാവരും അയാളെ അതും പറഞ്ഞ് കളിയാക്കി. അന്ന് എല്ലാവരും കൂടി അയാളെ ട്രോൾ ചെയ്യാണ് ആക്ച്വലി ചെയ്തത്. പിന്നെ എന്തോ ഉദാഹരണം, മറ്റേ അപർണ ബാലമുരളിയുടെ കേസിൽ ഏതോ കോളേജിൽ പോയ സമയത്ത് ആരോ വലിയ സ്റ്റൈലിൽ നടന്നൊക്കെ പോയിട്ട് ഇവരുടെ മെയിലൊക്കെ അങ്ങോട്ട് കൈവച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല. ഞാൻ വലിയ സെലിബ്രിറ്റിയോ വാങ്ങാത്തൊരു തേങ്ങാക്കൊലയോ ഒന്നുമല്ല. എനിക്ക് പരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ വന്നിട്ട് എൻ്റെ തോളത്ത് കൈ വെക്കുക അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് സ്പർശിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ മാറണമെന്ന് പറയും. അപ്പോൾ അതെനിക്ക് അഹങ്കാരം ഉണ്ടായതുകൊണ്ടല്ല, അത് എനിക്കിഷ്ടമല്ല. അത് നമ്മളെല്ലാം ഡിസേർവ് ചെയ്യുന്ന ഒരു സ്പേസ് ആക്ച്വലി ഇല്ലേ. ഇപ്പോൾ നെസ്ലിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് അത് വൈറലായി ഭയങ്കരമായിട്ട്. നെസ്ലിൻ്റെ തോളത്ത് ഏതോ ഒരു ചെങ്ങാതി കൈവച്ചു. നെസ്ലൻ എന്താ പറയുക, കൈയെടുക്കടാ എന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ നെസ്ലിനെ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തു, മനസ്സിലായോ? പക്ഷെ ഇപ്പോഴും കുറച്ച് ആൾക്കാർ നെസ്ലിനെ അത് അഹങ്കാരമാണ്, 2 സിനിമയിൽ അഭിനയിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ, നിന്നെ വളർത്തിയത് ജനങ്ങളാണ്, അപ്പം നീ ജനങ്ങളെ കൺസിഡർ ചെയ്യണം, അവൻ നിഷ്കളങ്ക മനസ്സുള്ളവനായതുകൊണ്ടല്ലേ, സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഒന്ന് തോളത്ത് കൈയിടാൻ വേണ്ടി വന്നത്. യൂസഫ് അലിയെ കണ്ട് നസ്ലിം പഠിക്കണം. യൂസഫ് അലി കണ്ടോ അന്ന് തോളത്ത് കൈയിട്ടപ്പോഴേക്കും പിന്നെ ആരോ അവിടുന്ന് എന്താ പറയുക വേണ്ട എന്ന് പറഞ്ഞിട്ടും യൂസഫ് അലി വാ മോനെ തോളത്ത് കൈയിട്ടോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് യൂസഫ് അലി. അപ്പം നസ്ലിനൊക്കെ അത് കണ്ടു പഠിക്കണം. എന്തൊക്കെയാണ് എന്ത് കാര്യത്തിലാണ് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവർക്ക് തലക്കത് കാറ്റ്
അവനവൻ്റെ കാര്യം നോക്കി അങ്ങ് ഇരുന്നാൽ പോരെ. അല്ലാണ്ട് ഇവരെ കാണുമ്പോൾ ചാടിത്തുള്ളി ഓടാൻ വേണ്ടി നിൽക്കേണ്ട കാര്യം എന്താ? എനിക്കും ഈ പറഞ്ഞ നസ്ലിനെയും ഉണ്ണിമൂന്തനെയും മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഇവരെയൊക്കെ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ പലരുടെയും ഫാനുമാണ്. പക്ഷെ ഇവരെയൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടു ചിരിക്കാൻ പറ്റിയ സന്തോഷം ഇത്രയേ ഉള്ളൂ. കൂടിപ്പോയ ഒരു ഷെയ്ക്ക് ഹാൻഡ്, ദാറ്റ്സ്. അല്ലാതെ പോയി കെട്ടിപ്പിടിക്കാനും ഷെയ്ക്ക് ഹാൻഡ് എടുക്കാനും മറ്റേ എന്താ പറയുക തോളത്ത് കൈയിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി നോക്കാം, ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. ചില ആൾക്കാരൊക്കെ നിന്ന് തരികയായിരിക്കും, അങ്ങനെ ചെയ്യാൻ നിന്ന് തരികയായിരിക്കും. പക്ഷെ അവരുടെ മനസ്സിൻ്റെ അകത്ത് വേറെ വരുന്ന ഒരു വൃത്തിയായിട്ട് അല്ലെങ്കിൽ എന്ത് ശല്യമാണത്, അവരങ്ങനെ ആയിരിക്കും പലരും മനസ്സിൽ വിചാരിക്കുന്നത്. പുറത്ത് ചിലപ്പോൾ പ്രകടിപ്പിക്കൂല. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റും ഒരു 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 നമ്മളെ ഒന്ന് സ്നേഹിക്കുകയൊക്കെ ചെയ്യണ്ടേ. അത് നമ്മളെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇവരുടെയൊക്കെ പുറകെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഇത് ചുമ്മാ അവരുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോയിട്ട് നാണം കെടാൻ വേണ്ടി എന്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഇതിലത് അഹങ്കാരം കോപ്പൊന്നുമല്ല കേട്ടോ. ഞാൻ ഈ കാര്യത്തിലൊക്കെയാണ്, ഞാൻ ഈ പണ്ടും അതെ ഇന്നും അതെ, ഞാൻ ഇങ്ങനെ നാണമില്ലാണ്ട് ഇവരുടെയൊക്കെ പുറകെ നടന്നിട്ട് സെൽഫി എടുക്കാൻ നിന്നിട്ട് നാണം കെടുന്ന ആൾക്കാരോട് എനിക്ക് എന്നും പുച്ഛമാണ്. ഞാൻ എന്താ പറയുക, അവരെ ഒരു തെറ്റും പറയില്ല. ഈ പറഞ്ഞ ആക്ടേഴ്സിനെ ആയിക്കോട്ടെ, നടിമാരെ ആയിക്കോട്ടെ, ഞാൻ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവർ അഹങ്കാരമാണെന്നുള്ള രീതിയിലൊന്നും ഞാൻ പറയാൻ വേണ്ടി നിൽക്കാറില്ല. കാരണം അവരെ വെറും മനുഷ്യന്മാരായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അവർക്ക് രണ്ട് കൊമ്പുള്ള പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പിന്നെ കുറേ ആൾക്കാർ പറയും ഇവരെ വളർത്തിയത് എന്താണ് ജനങ്ങളാണ്. എന്ത് വളർത്തിയെന്നാണ് പറയുന്നത്? ആര് വളർത്തി? ഇപ്പം നെസ്ലൻ്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നെസ്ലനെ വളർത്തിയത് ഇവിടുത്തെ ജനങ്ങളാണോ? ജനങ്ങളാണോ? നെസ്ലൻ മറ്റേ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് വരുന്നത് തോന്നുന്നു. അതിൻ്റെ അകത്ത് ചെറിയൊരു റോളാണ്. പക്ഷെ അതിൽ അവൻ്റെ ഒരു എന്താ പറയുക ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവൻ്റെ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് അവൻ ഡെലിവർ ചെയ്തപ്പോൾ നമുക്ക് അവനെ ഇഷ്ടപ്പെടുകയാണ് ആക്ച്വലി ചെയ്തത്. അവൻ പെർഫോം ചെയ്തതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അവൻ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നതുകൊണ്ട് അവൻ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വന്ന സമയത്ത് നമ്മൾ കാണാൻ വേണ്ടി പോയി. നമ്മൾ എൻ്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ട് അവൻ്റെ സിനിമകൾ ഇറങ്ങിയപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോയി. അവൻ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, നമ്മൾ എൻ്റർടൈൻഡ് ആവുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എൻജോയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലാണ്ട് ഇവരെ നന്നാക്കാൻ വേണ്ടിയിട്ടോ വളർത്താൻ വേണ്ടിയിട്ടോ അവർക്ക് കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ല. അവർ ടാലൻ്റ് ഉണ്ട്, അവർ കഷ്ടപ്പെടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാനൊക്കെ ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ ആൾക്കാർ പറയണ പോലെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നാണം കെട്ട വർത്താനമല്ലേ അത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മുടെ കാശിന് നമ്മൾ സിനിമ കണ്ടിട്ട് അങ്ങനെ വളർന്നവരാണ് ഇവർ. എന്നിട്ട് അവർ എന്താണ് തോളത്ത് കൈയിടാൻ വേണ്ടി പോകുന്ന സമയത്ത് പുച്ഛിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പുച്ഛം. കഷ്ടം. അത്ര കഷ്ടപ്പാടൊക്കെ ആണെങ്കിൽ സിനിമയ്ക്കൊന്നും ഇവരൊന്ന് കാണാൻ വേണ്ടി പോകണ്ടോ, വീട്ടിൽ ഇരിക്കുകയും എന്നിട്ട് ആ പണം സേവ് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനത്തെ മറ്റോടത്തെ കോണാത്തര കണക്കൊന്നും പറഞ്ഞുകൊണ്ട് വർത്താനം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എനിക്ക് അത്ര പറയാനുള്ളൂ. മാങ്ങാത്തൊലി അത് ആരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അതേപോലെ നെസ്ലൻ ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ഉണ്ണിമൂന്തൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവരൊക്കെ കഴിവുള്ളത് കൊണ്ടും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും എന്താ പറയുക ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നിട്ടാണ് ഇവർ ഇത്രയും പൊസിഷനിലേക്ക് ആക്ച്വലി എത്തിയിരിക്കുന്നത്. എന്താണ് അവർ മോശമായ ഒരു പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ മോശമായ സിനിമകളുടെ ഭാഗമായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് കാശ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ സിനിമകൾ നമ്മൾ പിന്നെ പോയി കാണാനോ നമ്മൾ നിൽക്കുമോ? ഇല്ലല്ലോ. അവർ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവുന്നതുകൊണ്ടും അവർ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലുള്ള കഴിവ് നിലനിർത്തുന്നത് കൊണ്ടുമാണ് അവരുടെ സിനിമകൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എൻ്റർടൈൻഡ് ആവുന്നതുകൊണ്ടാണ്, നമ്മൾ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് കാണാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ നമ്മൾ വളർത്തി എന്ന് പറയുന്ന ടേമിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അത് പറയുന്നത് വെറും മ്ലേച്ഛമാണ്. അത് പറയുന്നത് വെറും ഒരു അത് അവനവനെ തന്നെ അവനവൻ കുറച്ച് കാണുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇത്ര എനിക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ളൂ. ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ. എത്ര നാളായി എന്തോരാൾക്കാർ ഇതുപോലെ എന്താ പറയുക നാണമില്ലാണ്ട് ഓരോരുത്തരുടെ പുറകെ പോയിട്ട് നാണം കെടാൻ വേണ്ടിയിട്ട് നിൽക്കണം. എന്നിട്ടും മതിയാവുന്നില്ല. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്യാവശ്യം മുതിർന്ന ആൾക്കാരൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് കരവയ്ക്കുക എന്നുള്ളതാണ്. അല്ല, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും അതൊക്കെയാണ് എനിക്ക് കഷ്ടം തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പോലും ഈ അമിതമായ ആരാധനയും അമിതമായ ഈ എക്സൈറ്റ്മെൻറ്റും പരിപാടിയൊക്കെ വെച്ചിട്ട് സെലിബ്രിറ്റീസിൻ്റെ പുറകെ പോവുക, സെൽഫി എടുക്കാൻ വേണ്ടി ഭ്രാന്ത് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കഷ്ടമാണ് തോന്നുന്നത്. എനിക്ക് ഐ ഫീൽ പിറ്റി ഫോർ ദം, സീരിയസ്ലി മാൻ. പിന്നെ ഒരു മിനിമം
എനിക്ക് പേളിയോടൊക്കെ ഒരു ബഹുമാനം അതാണ്. ഞാൻ പേളിയുടെ ഒരു വ്ലോഗ് എന്തോ കണ്ടു. പേളി ആരെയാണ് ഏതൊരു നടീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയൊരു വ്ലോഗാണ്. അവരെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഡോർ നോക്ക് ചെയ്തു, ആ നടി തുറന്നു. ക്യാൻ ഐ ഹഗ് എന്ന് അവർ ചോദിച്ചിട്ട് അവർ ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ ഹഗ് ചെയ്തത്. മനസ്സിലായോ? അതൊക്കെ ഒരു മര്യാദയാണ്, അതൊരു മനുഷ്യന് വേണ്ട ക്വാളിറ്റിയാണ്. അല്ലാതെ കണ്ടവരെയൊക്കെ കയറിയിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലും കിട്ടും. അവസാനം അവർക്ക് അഹങ്കാരം കണ്ടില്ല അവരുടെ ചാടാന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത്രയേ ഉള്ളൂ. സിമ്പിൾ. പിന്നെ ഞാൻ ആ നസ്ലിൻ്റെ കേസിൽ ആ ചെങ്ങായിയുടെ പടം വെക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പോട്ടെ, അവ സെലിബ്രിറ്റിയോ കോപ്പൊന്നും അല്ലല്ലോ, ഒരു കോമൺ പേഴ്സണാണ്. അപ്പോൾ അയാളെ ഇൻസൾട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമൊന്നും എനിക്ക് ആക്ച്വലി ഇല്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ കോമൺ ആയിട്ട് സംസാരിക്കുന്നതായതുകൊണ്ട്, ഇപ്പം നസ്ലിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ലേറ്റസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ നസ്ലിൻ്റെ സംഗതി വെച്ച് മാത്രം സംസാരിച്ചു എന്ന് മാത്രം. എനിക്ക് പറയാനുള്ളത്, ദേ ആർ സെലിബ്രിറ്റീസ്. അത് സിനിമ ഒരു പോപ്പുലർ കൾച്ചർ ആയതുകൊണ്ട് കുറേ ആളുകൾക്ക് അറിയാം അവരെ എന്നുള്ള കാര്യം ഒഴിച്ചാൽ, അവർക്ക് എന്താ പറയുക, രണ്ട് കൊമ്പോ അല്ലെങ്കിൽ അവർ അത്ഭുത മനുഷ്യരോ കാര്യങ്ങളോ ഒന്നുമല്ല. ദേ ആർ ഓൾസോ ഹ്യൂമൻസ്. അവർക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അവർക്കും എന്താ പറയുക, എല്ലാപ്പോഴും ഒരുപോലെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ പറ്റിക്കോളണമെന്ന് യാതൊരു നിർബന്ധവും. അവർക്കും അവരുടേതായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ അവരെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അവരെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ കെട്ടിപ്പിടുത്തം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദിവസം അത്തരത്തിലുള്ള ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ടാവും. സോ അവരെത്ര ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ അതാലോചിച്ച് നോക്കണ്ടേ. അപ്പോൾ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം ഇങ്ങനെ പുറകെ പോയി ശല്യം ചെയ്യുന്ന സമയത്ത് എന്നാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ, ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ആക്ടേഴ്സിനെ ഞാൻ അക്ഷയ് കുമാറിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അക്ഷയ് കുമാറിന് അടുത്ത് എൻ്റെ അമ്മായി ലോയറാണ്. അപ്പോൾ അവിടെ വലിയ ബിഗ് പാർട്ടീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പല സെലിബ്രിറ്റീസും അവിടെ വരാറുണ്ട്. അവിടെ ബോളിവുഡ് സെലിബ്രിറ്റീസ് വരാറുണ്ട്, മലയാളം സെലിബ്രിറ്റീസ് എല്ലാവരും വരാറുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ബോളിവുഡ് അക്ഷയ് കുമാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ലാലേട്ടനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വീമ്പ് പറയേണ്ട കാര്യമില്ല. ബട്ട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ. ഞാൻ അവരുടെ കൂടെ ഒന്ന് സെൽഫിയൊക്കെ സിമ്പിളായി എടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ ക്രൗഡോടോ കാര്യങ്ങളൊന്നും അല്ല. അവിടെ ഇൻവൈറ്റഡ് ഗസ്റ്റ്സ് മാത്രമേ ആക്ച്വലി ഉള്ളൂ. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് കൂടി പോയി ഒരു 100 പേര് 150 പേര് ആക്ച്വലി ഉണ്ടാവും ആ ഒരു ഫ്ലോറിൽ. അപ്പോൾ വേണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെൽഫി എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ആരും തടയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഇൻവൈറ്റഡ് ഗസ്റ്റ്സ് ആണ്, നമ്മുടെ ഫാമിലി ഇൻവൈറ്റഡ് ഗസ്റ്റ്സ് ആണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ പോയതാണ്. മനസ്സിലായോ? മെയിൻലി എനിക്കല്ല, അമ്മായിക്ക്. അപ്പോൾ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ പോയതാണ്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാനൊന്നും അതിനു വേണ്ടി തുനിഞ്ഞിട്ടില്ല. കാരണം പറ്റാത്തതുകൊണ്ടല്ല, സിമ്പിളായിട്ട് പോയി അവരാരും നോ ഒന്നും പറയാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ നമുക്ക് വെറുതെ ഇങ്ങനെ പുറകെ പോയി അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചിരിച്ച് നിന്ന് തരുമായിരിക്കും, പക്ഷെ അവർ മനസ്സിൽ ചിലപ്പോൾ ശല്യം എന്നായിരിക്കും വിചാരിക്കണമെന്ന് നമുക്കറിയില്ല. സോ അവരെ കണ്ടു, സന്തോഷം, എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു സന്തോഷം മൈൻഡിൽ നിൽക്കും. ഇതിന് ഫോട്ടോ എടുക്കാനും പിടിക്കാനൊക്കെ നിന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഗിമ്മിക്കിനോടൊന്നും പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ ഭാവിയിൽ അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കെന്നാലും ഇതുവരെ അത്തരത്തിലുള്ള കാര്യങ്ങളോട് വലിയ ഭ്രമം ആക്ച്വലി തോന്നിയിട്ടില്ല. ആക്ടേഴ്സിനോട് ആരാധന കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അമിതമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പലയിടത്തും നാറാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഞാനത് വലിയ ഭീമ്പായിട്ട് പറഞ്ഞതൊന്നുമല്ല. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്തപ്പോൾ ഇതുകൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.